വളരെ എളുപ്പത്തിൽ ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയാലോ? ഇവിടെ ഞാൻ 6 മാമ്പഴം തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു ചട്ടിയിലോട്ട് മാറ്റി വേണ്ട ചേരുവകൾ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഈ കറിക്ക് ആവശ്യമുള്ളൂ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് മധുരമില്ലെങ്കിൽ മാത്രം ശർക്കര ചേർക്കാവുന്നതാണ്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് യോജിപ്പിക്കുക. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് 8 മിനിറ്റോളം ഇത് നമുക്ക് മൂടി വെച്ച് പാകപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ പുളിശ്ശേരിക്ക് ആവശ്യമായ അരപ്പ് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. 1/2 കപ്പിന് താഴെ തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം എന്നിവ വളരെ നന്നായിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. കറി നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് ഒന്നും കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കുക. 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും കറിയിലെ വെള്ളം കുറഞ്ഞ് കറി കുറുകി വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ സമയം സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് ചൂടൊന്ന് കുറയുന്ന സമയത്ത് 1/4 കപ്പ് തൈര് നമുക്ക് ഈ കറിയിൽ ചേർക്കാവുന്നതാണ്. അതിനുശേഷം കടുക് സാധാരണ കറികളിൽ താളിക്കുന്നത് പോലെ കടുക് താളിച്ച് തണുത്തതിന് ശേഷം കറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.